നമസ്കാരം, തേടേ ന്യൂസിലേക്ക് സ്വാഗതം. മഹാനായ നമ്മുടെ ചലച്ചിത്ര താരം ഇന്നസെന്റ് മരിച്ചതോടുകൂടിയാണ് അമ്മയിലെ പ്രശ്നങ്ങൾ കൂടുതലായി നമ്മൾ അറിയാൻ തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, ആ സംഘടനയെ എത്ര കഷ്ടപ്പെട്ടായിരിക്കും ഇന്നസെന്റ് കൊണ്ടുപോയത് എന്നതാണ് ഇപ്പോൾ നമുക്ക് തോന്നുന്ന കാര്യം. കാരണം അമ്മയിലെ മക്കളെല്ലാം തന്നെ തമ്മിലടിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരത്തെ ജഗദീഷ് മത്സരിക്കാനെത്തി. ഇപ്പോൾ ദേവൻ, ശ്വേതാ മേനോൻ, ബാബുരാജ് അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് ഈ മത്സര മുഖത്ത് ഉണ്ടായിരുന്നത്. പിന്നീട് ബാബുരാജ് അടക്കം പിന്മാറിയിട്ടുണ്ട്. ഇപ്പോൾ ശ്വേതാ മേനോൻ ആ ഒരു സ്ഥാനത്തേക്ക്, പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തും എന്നതൊക്കെയാണ് വരുന്ന വാർത്തകൾ. അതേസമയം കഴിഞ്ഞ ദിവസം ശ്വേതാ മേനോനെതിരെ ഒരു ആരോപണവുമായി, ഒരു പരാതിയുമായി കോടതിയുടെ നിർദ്ദേശപ്രകാരം കേസെടുക്കുകയും അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോൾ തുടരുകയാണ്. എന്തായാലും ഈ കേസ് കൊടുത്തതിന് പിന്നിൽ ബാബുരാജ് ആണ് എന്ന തരത്തിൽ മാലാ പാർവതി അടക്കമുള്ള നടിമാർ, അമ്മയിലെ അംഗങ്ങൾ ചില പ്രതികരണങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോഴിതാ ബാബുരാജിനെ പിന്തുണച്ചുകൊണ്ട് പൊന്നമ്മ ബാബു രംഗത്തെത്തിയിരിക്കുകയാണ്. മാലാ പാർവതി ചുമ്മാ ചാനലുകളിൽ വന്നിരുന്ന് ആളാവാൻ വേണ്ടി ഇങ്ങനെ ഇല്ലാത്ത ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നാണ് പൊന്നമ്മ ബാബു പറയുന്നത്. അമ്മ എന്ന സംഘടന ഒരു കുടുംബം പോലെ മുന്നോട്ട് പോവുകയാണ്. അവിടെ മാലാ പാർവതിക്കൊന്നും വലിയ റോളില്ല എന്നാണ് പൊന്നമ്മ ബാബു പറയുന്നത്. എന്തായാലും ബാബുരാജ് ഇങ്ങനെയൊരു ചെറ്റത്തരം ചെയ്യില്ല എന്നാണ് പൊന്നമ്മ ബാബു പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഈ ഒരു സന്ദർഭത്തിൽ ഇത്രയും നാണം കെട്ടൊരു കേസ് ശ്വേതാ മേനോനെതിരെ വന്നതിൽ അത് അമ്മയിലെ ചില അംഗങ്ങൾക്ക് പങ്കുണ്ട് എന്ന ഒരു സൂചനകൾ തന്നെയാണ് വരുന്നത്. എന്തായാലും ഈ ഒരു സംഘടനാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിലാണ് സാധാരണ സംഘടനാ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ രീതിയിൽ തമ്മിലടി നമ്മൾ കണ്ടിട്ടുള്ളത്. എന്തായാലും കോൺഗ്രസിനേക്കാൾ വലിയ തമ്മിലടിയാണ് അമ്മയുടെ മക്കളുടെ നേതൃത്വത്തിൽ അമ്മ സംഘടനയിൽ നടക്കുന്നത്. ഇനി ഈ ശ്വേതാ മേനോൻ വന്നാൽ പോലും എങ്ങനെയാണ് ഈ സംഘടനയെ ഇനി മുന്നോട്ട് നയിച്ചു കൊണ്ടുപോവുക എന്നതാണ് നമ്മളൊക്കെ നോക്കിക്കാണാനിരിക്കുന്ന കൗതുകകരമായ ഒരു കാഴ്ച.